കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിച്ചു. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോട് പറഞ്ഞയച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, അതായത് ദൈവകൃപ നിറഞ്ഞ ആ സ്വർഗീയനാഥ നമുക്ക് വേണ്ടി, യേശു നമുക്ക് വേണ്ടി, അതായത് യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് അമ്മയെ കൊടുത്തപ്പോൾ ആ അമ്മയെ നമുക്ക് തന്നെയാണ് തന്നത്. ആ അമ്മയുടെ വാഗ്ദത്ത പ്രകാരം, ആ അമ്മയുടെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ബലം പ്രാപിക്കും. കാരണം അമ്മ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കും, പ്രാർത്ഥിക്കും. അത് സത്യം തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകും. കാരണം മരിച്ചവർ പോലും പ്രവചിക്കുന്ന കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ ഇന്നും നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കും. അനുഭവിച്ചറിയുന്ന ദൈവസത്യം, അനുഭവിച്ചറിയുന്ന പരിശുദ്ധ അമ്മയുടെ അനന്ത സ്നേഹം, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് അനുദിനവും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാം. ആ അമ്മ എന്താ ചെയ്തത്? ഇളയമ്മയുടെ ഭവനത്തിൽ, ആ അമ്മ ഇളയമ്മയുടെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. ആ ഇളയമ്മയുടെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ട ആ നല്ല മനോഭാവം നമ്മളിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ജപമാലയുണ്ട്. ജപമാല പഠിക്കുന്ന ജപമാല ഭക്തരാണ് നമ്മളെല്ലാം. പക്ഷേ ജപമാല പഠിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ എളിമ നമ്മളിലുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കൃപ എന്നിലുണ്ടോ? ഞാൻ പരിശുദ്ധ അമ്മയെപ്പോലെ എളിമപ്പെടുന്ന ഒരു വ്യക്തിയാണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ അമ്മയുടെ സ്വഭാവത്തിലേക്ക് വരാം, ആ അമ്മയുടെ സ്നേഹത്തിലേക്ക് വരാം. അമ്മ സ്വന്തം മകനെയാണ് നമുക്ക് തന്നത്. ആ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നതാണ്. നമുക്കിങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? പക്ഷേ അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ അമ്മയുടെ സ്നേഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ, ആ അമ്മയോടൊത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ അമ്മയുടെ എളിമയിലേക്ക് നമുക്കെല്ലാവർക്കും വരാം. അമ്മയുടെ സ്നേഹത്തിലും എളിമയിലും കരുണയിലും വിശ്വസ്തതയിലും എല്ലാം നമുക്ക് നിറഞ്ഞു നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭാഗ്യവതിയാണ് പരിശുദ്ധ സ്നേഹനിധിയായ ദൈവകൃപ നിറഞ്ഞ സ്വർഗീയനാഥ. ഭാഗ്യവതിയാണ്, ഭാഗ്യവതിയാണ്, ഭാഗ്യവതിയാണ്. ആ ഭാഗ്യവതിയെ നമുക്ക് പ്രകീർത്തിച്ചുകൊണ്ട് നമ്മളുടെ പിതാവായ ദൈവം പറഞ്ഞതുപോലെ സകലരെയും സ്നേഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പിതാവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന സകല മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ വചനം അവർക്കെല്ലാം ശക്തി നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം ഒരു വള്ളിയോ പുള്ളിയോ തെറ്റാതെ ഇന്ന് ലോകം മുഴുവൻ ആവർത്തിക്കപ്പെടുന്ന അങ്ങയുടെ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ ഓർത്ത് കർത്താവേ, ഈ വചനത്തിൻ്റെ എല്ലാ ശക്തി ഓരോ മക്കളുടെ ജീവിതത്തിലും ആഴ്ന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രാർത്ഥന കേൾക്കുന്ന, വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.